ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ജേണൽ കിറ്റും പിന്നെ സ്റ്റിക്കർ കളക്ഷനുമാണ്. ഇതിനു മുമ്പ് ഞാൻ സ്റ്റിക്കർ കളക്ഷൻ്റെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇത് കുറച്ചും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് ഞാൻ എൻ്റെ ജേണൽ കിറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ പേർപ്പിൾ ജേണൽ കിറ്റാണിത്. ഇതാണ് എൻ്റെ ജേണൽ ബുക്ക്. ഇതിൻ്റെ മുമ്പിലൊരു കവർ ഉണ്ടായിരുന്നു, അത് മാറ്റി ഞാൻ തന്നെ ഇട്ട കവറാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ? പിന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ 2 വാഷി ടാപ്പ്. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേലെ കളർ എടുത്തിട്ട് ഇതേപോലെ കൊടുക്കാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ജേണൽ ബുക്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഹായ് വെൽക്കം ടു മൈ പേർപ്പിൾ ബുക്ക്. ഫസ്റ്റത്തെ ജേണൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. സെക്കൻഡ് ജേണൽ ഇതാണ് ഗൈസ്. എൻ്റെ തേർഡ് ജേണൽ ഇതാണ്. പിന്നെ ഫോർത്ത് ജേണൽ. പിന്നെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഇതെൻ്റെ വേറെ ജേണൽ. ഇത് പിന്നെ ഹലോവീൻ ഡേക്ക് ഞാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ പോയ്സൺ ഗെയിമിനെ പറ്റിയിട്ടൊന്നും ചെയ്തിട്ടുണ്ട്, അതാണിത്. ഇത് ഞാൻ പിന്നെ ലോട്ടസ് ഫ്ലവറിനെ കൊണ്ട് ചെയ്ത ജേണലാണ്. ഇതെൻ്റെ പർപ്പിൾ ഡേനെ കൊണ്ട് ചെയ്തതാണ്. ഇതൊരു ബട്ടർഫ്ലൈ വേൾഡിനെ പറ്റി ചെയ്തതാണ്. ഇത് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ ചെയ്തതാണ് ഗൈസ്. ഇത് പിന്നെ ക്രിസ്മസിന്. പിന്നെ ഇതൊന്നൊരു ബോക്സ് ജേർണലിംഗ് ആണ്, ബോക്സ് വേൾഡ് ജേർണലിംഗ്. പിന്നെ അവസാനമായിട്ട് ചെയ്ത ജേർണലിംഗ് ആണിത്, ബ്ലൂ ജേർണലിംഗ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ സാധനങ്ങൾ നോക്കാം. ഇതെന്താ സാധനം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം തുറന്നിട്ട്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈൻ്റെ ഒരു കാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ കാർഡ്, പിന്നെ കുറച്ച് ഇങ്ങനത്തതും. ബട്ടർഫ്ലൈൻ്റെ തന്നെയാണ് ഒരുപാടുള്ളത്. ഇത് പേപ്പറിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഉള്ളിൽ എന്തെങ്കിലും എഴുതാനാണ്. ഇതും ബട്ടർഫ്ലൈ. സത്യമായി ഇതൊരു ബട്ടർഫ്ലൈ ജേർണലിംഗ് കിറ്റാണ് ഗൈസ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ സ്റ്റിക്കേഴ്സ് നോക്കാം. ഇതൊരു സ്റ്റിക്കറാണ്. ഇതും 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 ഇതും. പിന്നെ ഇതിങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കുന്ന പോലുള്ള സ്റ്റിക്കറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതും കുറച്ച് കവായ് പോലെയുള്ള സ്റ്റിക്കറാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അതെൻ്റെ ഇതിൻ്റെ അകത്തുള്ളൊരു സ്റ്റിക്കറാണ് ഗൈസ്. ഇത് ഒരു ബട്ടർഫ്ലൈ ക്യൂട്ട് സ്റ്റിക്കറാണ്. ഇത് സിൽവർ കളറാണ് ഗൈസ്, തിളങ്ങുന്നുണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ സ്റ്റിക്കറിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറയണേ. ഇതേപോലെ ഇങ്ങനെയുള്ള ഒരുപാടുണ്ട് ഗൈസ്. ഇത് കിട്ടിയൊരു വെറൈറ്റി സാധനമാണ് ഗൈസ്. പോസ്റ്റ് ഇറ്റ് നോട്ട് കൊടുത്തതാണ്. ഇതിൻ്റെ മേലെ നമുക്ക് പെണ്ണുകൊണ്ട് എഴുതാം. പിന്നെ ഇത്തിരി ബട്ടർഫ്ലൈ പേപ്പറിൽ ഒട്ടിക്കാനുള്ളതാണ് ഇതൊക്കെ. പിന്നെ ഇതൊക്കെ കളറിനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പേപ്പറാണ്, ഞാൻ മുറിച്ചിട്ട് ഒട്ടിക്കാനുള്ളതാണ് ഇതൊക്കെ. ഇതും അത് തന്നെയാണ്. പിന്നെ ഇത്ര ഇങ്ങനെയായിട്ടുള്ളൂ. കുറേ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചാണുള്ളൂ ഗൈസ്.
ഇതൊരു ബട്ടർഫ്ലൈ ജേർണലിംഗ് കിറ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്പെടും. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റിക്കർ ബുക്സ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഒരു സ്റ്റിക്കർ ബുക്ക്. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് കുറേ ഉണ്ടായിരുന്നു, ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുമുണ്ട്. ഇനി എൻ്റെ പഴയ ജേർണലിംഗ് കിറ്റാണിത്, ജേർണലിംഗ് ബുക്കാണ്. ഫസ്റ്റ് ഞാൻ എൻ്റെ പേരും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ക്യാൻഡി കളേഴ്സിനെ പറ്റിയിട്ടുള്ളതാണ്. ഇത് യൂണിക്കോണിൻ്റെ ജേർണലിംഗ് ആണ്. ഇതൊരു ഹൊറർ ടീമിലുള്ള ജേർണലിംഗ് ആണ് ഞാൻ ചെയ്തത്. ഇത് ഞാൻ നാച്ചുറലിനെ പറ്റി ചെയ്ത ജേർണലാണ്. ഇത് ഞാൻ മലയാളം ലാംഗ്വേജിനെ പറ്റി ചെയ്ത ജേർണലാണ്. ഇത് ഞാൻ ലീവ്സിനെ പറ്റി ചെയ്തതാണ് ഒരു ജേർണൽ. ഇത് ഫ്ലവേഴ്സ്. ഇത് ലോട്ടസിനെ കൊണ്ട് ഞാൻ ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ ബ്ലൂ കളർ വാട്ടർ ടീം ജേർണലാണ്. ഇതെൻ്റെ ഫ്രോസൻ്റെ ഒരു ജേർണലിംഗ് ആണ്. ഇതും എൻ്റെ ഒരു സ്വിമ്മിങ് ടീം ജേർണലിംഗ് ആണ്. ഇതൊരു റെഡ് ടീം ജേർണലാണ്. ഇതും എൻ്റെ ഒരു പർപ്പിൾ ടീം. എൻ്റെ ഗൈസ് 3 എണ്ണമാണ് ഞാൻ പർപ്പിൾ ടീമിൽ ചെയ്തത്. പിന്നെ ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ് ഗൈസ്. ഇത് ഞാൻ ചെയ്ത എൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ കൊണ്ട് ചെയ്ത 2 ജേർണലിംഗ് ആണിത്. ഇനിയും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇതേപോലെ ഉണ്ട്. ഇത് 3 ടീം ജേർണലിംഗ് ആണ്. ഇതോടെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ജേർണലിങ്ങിൻ്റെ. അപ്പം ഈ സ്റ്റിക്കറും ബുക്കും കൂടി കഴിഞ്ഞാൽ ഇത്രയാണ് എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടിയൊരു സാധനമാണ് സ്റ്റിക്കർ പ്ലക്കിംഗ്. ഒരു ഇതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കാര്യം എന്താണെന്ന് എഴുതണം. പിന്നെ എൻ്റെ 2 ജേർണലിംഗ് ബുക്കുകളിൽ ഏത് ജേർണലിംഗ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റിൽ അറിയിക്കണേ. അപ്പം ബൈ.